നമ്മുടെ ട്രിവാൻഡ്രത്ത് അതും വിഴിഞ്ഞം പോർട്ടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് സീ ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്പോട്ട്, അതും ഒന്നും രണ്ടും മുതല ഇത്രയധികം ഐറ്റംസ്. കയറി വന്നപ്പോൾ തന്നെ ഞെട്ടിയത് വിഴിഞ്ഞം പോർട്ടിന്റെ ഈ ഒരു ഭംഗിയാണ്. ഇത്രയധികം രസത്തിൽ കാണാൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. കയറി വരുമ്പോൾ തന്നെ നമുക്ക് വേണ്ട മീൻ നമ്മൾ സെലക്ട് ചെയ്ത് അത് തവയാക്കണമോ പൊള്ളിക്കണമോ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് വേണം വന്നിരിക്കാൻ. ഇവിടെ നല്ല എരിവുള്ള വിഴിഞ്ഞം ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഇന്ന് സീ ഫുഡ് മാത്രം കഴിക്കാനാണ് വന്നത്. ഫ്രൈ ആയിട്ട് ഒരു പ്രോൺസും ഒരു കൂന്തലും ഒരു ചിപ്പിയൊക്കെ പറഞ്ഞായിരുന്നു. ഇതൊക്കെ പറഞ്ഞ് കാര്യം പറഞ്ഞിരിക്കുമ്പോൾ ദാ വരുന്നു മെയിൻ ഐറ്റം, സീ ഫുഡ് ബക്കറ്റ്. ദുബൈയിലൊക്കെ വൈറലായ ഈ ഒരു ഐറ്റം കഴിക്കാനാണ് ഇന്ന് വന്നത്. കൂടെ ഞങ്ങൾ ഒരു തവയും ഒരു ഫിഷ് പൊള്ളിച്ചതും പറഞ്ഞിരുന്നു. ആ ഫിഷ് പൊള്ളിച്ചതായാലും തവയായാലും ഒരു രക്ഷയില്ലായിരുന്നു. അതിൻ്റെ ആ ഒരു ടെക്സ്ചർ എന്ന് പറയുമ്പോൾ നാവിൽ അലിഞ്ഞു പോകുന്നൊരു ബട്ടർ പോലെ ആയിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം സീ ഫുഡ് ബക്കറ്റ്, ഞണ്ടും കണവയും കക്കയും കൊഞ്ചൊക്കെ ആയിട്ട് വരുന്നൊരു കിടിലൻ ഐറ്റം. ആ ഒരു ഗ്രേവിയും അടിപൊളിയായിരുന്നു. പിന്നെ അവിടുത്തെ വിഴിഞ്ഞം മസാലയിൽ ഫ്രൈ ചെയ്തെടുത്ത ആ ഫ്രൈസും അടിപൊളിയായിരുന്നു. കോയിൻ പൊറോട്ട ആയിട്ടൊക്കെ ചുരുട്ടി പിടിക്കാൻ അടിപൊളിയായിരിക്കും. പിന്നെ പോകുമ്പോൾ മാക്സിമം സന്ധ്യയ്ക്ക് മുന്നേ തന്നെ പോകാൻ നോക്കുക. എന്നാൽ മാത്രമേ വിഴിഞ്ഞം പോർട്ടിൻ്റെ അത്യാവശ്യം അടിപൊളി ഒരു വ്യൂ കാണാൻ പറ്റൂ. അപ്പോൾ വ്യൂ ഒക്കെ കണ്ട് അടിപൊളി സീ ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ നേരെ പോകേണ്ടത് വിഴിഞ്ഞത്തുള്ള സാൽമൺ സീ ഫുഡ് റെസ്റ്റോറൻറ്റ്.